ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. കേരളത്തിലെ ചില തീവ്ര ഇസ്ലാമിക മതസംഘടനകൾ ടാറ്റയുടെ ഉൽപ്പന്നങ്ങളെ, പ്രത്യേകിച്ച് സുടിയൂപ്പുള്ള സ്ഥാപനങ്ങളൊക്കെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്തുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നുണ്ടാവും. തീർത്തും അപലപിക്കേണ്ട, അവഗണിക്കേണ്ട കാര്യമാണത്. കാരണം ഭാരതം, പ്രത്യേകിച്ച് കേരളമൊക്കെ ബഹുസ്വരതയുടെയും പാരസ്പര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും സംസ്കാരമുള്ളൊരു നാടാണ്. അത്തരത്തിലുള്ള ഒരു നാട്ടില് ഒരു സങ്കുചിത്വം, തീവ്രമായ മതം തലയിൽ കയറി സങ്കുചിത്വം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും ഒറ്റപ്പെടുത്തേണ്ട കാര്യമാണ്. കാരണം ടാറ്റയെ പോലുള്ളൊരു സ്ഥാപനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ ബഹിഷ്കരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഉപ്പിന്റെ മേജർ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നത് അല്ലെങ്കിൽ സപ്ലൈ നടത്തുന്നത് ടാറ്റയാണ്. അതേപോലെ നിങ്ങൾക്ക് വല്ല സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കാൻ പറ്റൂ. അന്യ സംസ്ഥാനത്തു നിന്നാണ് എല്ലാം വരുന്നത്. ഇപ്പൊ ടാറ്റയുടെ വാഹനത്തിലാവില്ലേ അതെല്ലാം വരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ബഹിഷ്കരണം ആഹ്വാനം ചെയ്താൽ. അതേപോലെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ പറ്റൂ. കാരണം കൺസ്ട്രക്ഷനുള്ള സ്റ്റീൽ ടാറ്റ സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വാഹനങ്ങളിൽ കയറാൻ പറ്റും. ഈവൻ ട്രെയിനായാലും ശരി, ബസ്സായാലും ഏതെങ്കിലും. കാരണം അതിന്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടി സ്റ്റീൽ ടാറ്റ സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റും, എയർ ഇന്ത്യ പോലുള്ള ഫ്ലൈറ്റിൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വല്ലതും ചെയ്യാൻ പറ്റൂ. ടാറ്റയെ പോലുള്ള സ്ഥാപനത്തെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത്ര സങ്കുചിത്വമാണ്. ടാറ്റ നടത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ അത് അവർണ്ണനീയമാണ്. നിങ്ങൾ ക്യാൻസർ രോഗികൾക്ക് കിട്ടുന്ന മരുന്ന് അതെന്തുകൊണ്ടാണ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നത്? കാരണം ടാറ്റയെ പോലുള്ള സ്ഥാപനങ്ങൾ അവരുടെ CSR ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന ഒരു വലിയ സപ്പോർട്ടുണ്ട് അതിന്. അതേപോലെ ടാറ്റയുടെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രീ ചികിത്സ നൽകുന്നു. എത്രയോ മുസ്ലിം സഹോദരന്മാർ ആനുകൂല്യം എടുക്കുന്നില്ലേ? നിങ്ങൾ അനുഭവിക്കുന്ന പല ആനുകൂല്യങ്ങളും ടാറ്റയെ പോലുള്ള വലിയ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് കിട്ടുന്നതെന്ന് മറക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സങ്കുചിത്വം ചിന്തിക്കരുത്. ഇതെല്ലാം നിങ്ങളുടെ സങ്കുചിത്വ മതചിന്തയിൽ നിന്നും വരുന്നതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പാകിസ്ഥാൻ തീവ്രവാദത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ പോഷിപ്പിക്കുന്ന, അതിന് പരിശീലനം കൊടുക്കുന്ന നാടാണ്. എല്ലാവർക്കും അറിയാം, ലോകത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ നാടിന്റെ ദേശീയ പതാകയാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത്. നാളെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ഹൈന്ദവ സമൂഹവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹമൊക്കെ പറയാണ് തീവ്രവാദത്തിന്റെ നാടായ പാകിസ്ഥാന്റെ ദേശീയ പതാക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അതേപോലെ തന്നെ ഇസ്ലാം സമൂഹത്തിലെ സഹോദരന്മാരുടെ സ്ഥാപനങ്ങളെയൊക്കെ എല്ലാവരും ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അതൊക്കെ സങ്കുചിത്വമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ മണ്ണാണത്, മറക്കരുത്. നിങ്ങൾ രാഷ്ട്രത്തിന് പ്രഥമ സ്ഥാനം നൽകൂ. രാഷ്ട്രഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സങ്കുചിത്വ ചിന്തകൾ വരില്ല. നിങ്ങൾക്ക് മതമാണ് വലുത്. ആദ്യം രാഷ്ട്രം നന്നാവട്ടെ. രാഷ്ട്രമുണ്ടെങ്കിലേ മതമുള്ളത്, മറക്കരുത്. എത്രയോ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവിടെ എന്തേ ആളുകൾ പോയി അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാത്തത്? കാരണം ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കുന്ന പ്രവണത നമ്മൾ കാണുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ഭാരതത്തില് നിങ്ങൾക്ക് സുഖമായി നിങ്ങളുടെ മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്താൻ സാധിക്കുന്നത് അത് ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയൊക്കെ സംസ്കാരം കൊണ്ടാണ്. കാരണം ഇവിടുത്തെ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നൊക്കെയാണ്. ഇപ്പം നാരായണ ഗുരുദേവനെ പോലെ, ചട്ടമ്പിസ്വാമികളെ പോലെയൊക്കെയുള്ള മഹാന്മാരുടെ നാട്ടില് നിങ്ങൾ സങ്കുചിത്വം ഒരിക്കലും പ്രചരിപ്പിക്കരുത്. വിശാലത വേണം. എൻ്റെ നാട് ഫസ്റ്റ്, രാജ്യം പ്രഥമം, അത് കഴിഞ്ഞിട്ട് മതം. അതെന്ന് നിങ്ങളുടെയൊക്കെ ഉള്ളിൽ വരുന്നുണ്ടോ അന്ന് നിങ്ങളുടെയൊക്കെ ചിന്താഗതികളിൽ മാറ്റം വരും. അതിനാണ് നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് സദ്ബുദ്ധി ഉണ്ടാവാൻ എല്ലാ ഗുരുക്കന്മാരുടെയും പരമകാരുണികനായ അള്ളാഹുവിൻ്റെയൊക്കെ കാരുണ്യമുണ്ടാവട്ടെ, അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. കാരണം സമൂഹത്തിലൊരിക്കലും വിഘടനവാദം, സങ്കുചിത്വം, അതുപോലെ തന്നെ ഈ നല്ലത് ചെയ്യുന്നവരെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ, ഇതൊന്നും ഒരു നല്ല സംസ്കാരമുള്ള ഒരു പ്രവൃത്തിയല്ല. അതൊക്കെ നിങ്ങൾ തിരിച്ചറിയുക. നല്ല മനുഷ്യരാവാൻ, അതിന് നമുക്ക് ഹൃദയവിശാലത ഉണ്ടാവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഹരി ഓം. പ്രണാമം.